വെൽക്കം ടു പ്ലാൻ സെപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്നത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നമ്മൾ മൈക്രോ ടെക്നിക്സ് ആയിരുന്നു, സെറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടത്. അതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ പാർട്ട് ഈ ഒരു പാർട്ടോടുകൂടി ആ ഒരു മൈക്രോ ടെക്നിക്ക് എന്നുള്ള കംപ്ലീറ്റ് മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാസ്സും കൂടി ഹിസ്റ്റോളജിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ആ ഒരു മൊഡ്യൂൾ അപ്പം കംപ്ലീറ്റ് ആയിട്ട് തീരും. സോ ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോ സ്ലൈഡ്സിന്റെ പ്രിപ്പറേഷനും ദെൻ ഡബിൾ സ്റ്റെയിനിങ്ങും സീരിയൽ സെക്ഷൻ അതിൽ TB എന്നൊക്കെ പറഞ്ഞിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് അതേ സീക്വൻസിൽ തന്നെയാണ് നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതല്ല, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് ഇതിലും നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സെറ്റ് ബോട്ടണി, അതിനുശേഷം HSST ബോട്ടണി, ദെൻ MSc BSc ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒരു കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചേക്കുക. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് മൈക്രോ സ്ലൈഡ് പ്രിപ്പറേഷൻ? നമ്മൾ മൈക്രോ ടെക്നിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനിങ്ങും ആ ഒരു ഫിക്സേഷനും ഒക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്ലൈഡ് ഉണ്ടാക്കുന്നതിനെയാണ്, ഒരു ബയോളജിക്കൽ മെറ്റീരിയൽസിനെ ഒരു ഗ്ലാസ് സ്ലൈഡിൽ മൈക്രോസ്കോപ്പ് വഴി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈക്രോ സ്ലൈഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു മൈക്രോ സ്ലൈഡ് പ്രിപ്പറേഷൻ മെയിൻലി 3 ടൈപ്പാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ടെമ്പററി സ്ലൈഡ്, ദെൻ സെമി പെർമനന്റ് ആയിട്ടുള്ളതും പെർമനന്റ് ആയിട്ടുള്ള സ്ലൈഡും. അങ്ങനെ 3 സ്ലൈഡ്സ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഓരോന്നും ക്യാപ്സ്യൂൾസ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ടെമ്പററി സ്ലൈഡ് ആണ്. ഓക്കെ, ടെമ്പററി സ്ലൈഡ് എന്ന് പറയുന്നത് മെയിൻലി ഫ്രഷ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പററി കുറച്ച് ടൈം മാത്രം നിലനിൽക്കുന്ന ഒരു സ്ലൈഡ് ആണ്. സോ അതിൽ നമ്മൾ മൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയം, അതായത് ഈ ഒരു ഫ്രഷ് മെറ്റീരിയൽസ് വെച്ച് കവർ സ്ലിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൗണ്ടിങ് മീഡിയം എന്ന് യൂസ് ചെയ്യുന്നത് ഒന്നിക്കൽ ഫ്രഷ് വാട്ടർ, അല്ലെങ്കിൽ ഗ്ലിസറിൻ, അല്ലെങ്കിൽ സലൈൻ വാട്ടർ. ഈ 3 മീഡിയത്തിലാണ് നമ്മൾ ഓർഗാനിക് ആ ഒരു മെറ്റീരിയൽസിനെ മൗണ്ട് ചെയ്യുന്നത്. ഇതിൽ ഫിക്സേഷനോ ഡീഹൈഡ്രേഷനോ നടക്കുന്നില്ല. ഓക്കെ, ഒനിയൻ പീല്, പോളൻ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ഡയറക്ട്ലി ഈ ഒരു ടെമ്പററി സ്ലൈഡ് ആയിട്ടായിരിക്കും മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഈ ഒരു ലബോറട്ടറി നമ്മൾ ക്ലാസ്സിൽ PG ഒക്കെ പഠിക്കുമ്പോൾ സ്ലൈഡ് പ്രിപ്പറേഷൻ ഒക്കെ മെയിൻലി ടെമ്പററി സ്ലൈഡ്സ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് കൂടാതെ പെർമനന്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സോ സെക്കൻഡ് വരുന്നത് സെമി പെർമനന്റ് ആയിട്ടുള്ള സ്ലൈഡ്സ് ആണ്. ഈ ഒരു സെമി പെർമനന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ആഴ്ചകളിലോ അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്കോ ഒരു ലിമിറ്റഡ് പീരീഡിൽ മെറ്റീരിയൽസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡ് പ്രിപ്പറേഷൻ ആണ്. അതൊരു പെർമനന്റ് അല്ല, എന്നാൽ ടെമ്പററി അല്ലാത്തൊരു പ്രോസസ്സ്. അതിൽ ഫിക്സേഷനും അതിനുശേഷം സ്റ്റെയിനിങ്, മൗണ്ടിങ്, സീലിംഗ്, ഈ 4 സ്റ്റെപ്പ് ഈ ഒരു സെമി പെർമനന്റ് സ്ലൈഡ്സിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇൻവോൾവ് ചെയ്യാത്ത 2 പ്രോസസ്സ്, ഇതൊരു സെറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിൽ എംബെഡിങ് ആൻഡ് സെക്ഷനിങ് നടക്കുന്നില്ല. ഓക്കെ, അപ്പം എംബെഡിങ്ങോ സെക്ഷനിങ്ങോ ഏതിൽ നടക്കുന്നില്ല? സെമി പെർമനന്റിൽ നടക്കുന്നില്ല. കൂടാതെ മറിച്ച് ഫിക്സേഷൻ, സ്റ്റെയിനിങ്, മൗണ്ടിങ് ആൻഡ് സീലിംഗ്, ഈ 4 പ്രോസസ് ആണ് നടക്കുന്നത്. സോ ടെമ്പററി സ്ലൈഡിനേക്കാളും കുറച്ച് ലോങ്ങർ ആയിരിക്കും, പക്ഷെങ്കിൽ പെർമനന്റ് സ്ലൈഡിനേക്കാളും ഷോർട്ടർ ആയിരിക്കും ഇവയുടെ ലൈഫ് സ്പാൻ. അപ്പൊ മെയിൻലി ക്ലാസ് റൂംസിലൊക്കെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടും ഒരു എല്ലാ ദിവസവും ചെയ്യേണ്ട ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവില്ല, ഒരു റൂട്ടീൻ ലബോറട്ടറി ഒബ്സർവേഷൻ ഒക്കെയാണ് മെയിൻലി സെമി പെർമനന്റ് സ്ലൈഡ് ഉപയോഗിക്കുന്നത്. സോ ഇത്തരം സ്ലൈഡ് പ്രിപ്പറേഷൻ എക്സാമ്പിൾ ആണ് ഹോൾ മൗണ്ട്. നമ്മൾ ആൽഗേനൊക്കെ ഹോൾ ആയിട്ട് മൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ദെൻ പോളൻ ഗ്രെയിൻസിന്റെ ഹോൾ മൗണ്ട്, ചെറിയ ചെറിയ ഇൻസെക്റ്റിന്റെയോ അല്ലെങ്കിൽ പ്ലാന്റ് പാർട്ടിന്റെയോ ഒക്കെ മൗണ്ട് ചെയ്യുന്നതൊക്കെ ഈ ഒരു സെമി പെർമനന്റ് സ്ലൈഡിലാണ് വരുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർമനന്റ് സ്ലൈഡ്സ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നിങ്ങളുടെ മൊഡ്യൂൾസിൽ കൊടുത്തേക്കുന്നത്. സോ ലോങ് ടേം പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർമനന്റ് സ്ലൈഡ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു 7 സ്റ്റെപ്പ് മെയിൻ ആയിട്ടുണ്ട്: ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിങ്, എംബെഡിങ്, സെക്ഷനിങ്, സ്റ്റെയിനിങ്, മൗണ്ടിങ്. മെജോറിറ്റി കേസിൽ നമ്മൾ എക്സ്ട്രാ ഒരു സെല്ലുലാർ ലെവൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കണമെങ്കിൽ ഒരു പെർമനന്റ് സ്ലൈഡ്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ഒക്കെ ട്രാൻസാക്ഷൻ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഒരു ടോട്ടൽ സീരിയൽ സെക്ഷനിങ് എടുക്കുന്ന ഒരു പെർമനന്റ് സ്ലൈഡ്സ് പ്രിപ്പറേഷന്റെയും സീരിയൽ സെക്ഷനിങ്ങിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നമ്മൾ ഇത്ര നേരം പഠിച്ചതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി
പെർമനന്റ് സ്ലൈഡ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഈ ഒരു പെർമനന്റ് സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി രണ്ട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്മിയർ ടെക്നിക്ക്, സ്ക്വാഷ് ടെക്നിക്ക്. ആ രണ്ട് ടെക്നിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് പഠിക്കാന്ന് വെച്ചു. സോ ഒന്നാമത്തേതാണ് സ്മിയർ ടെക്നിക്ക്. അപ്പൊ സ്മിയർ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഒരു തിൻ സ്പ്രെഡിങ് ആണ് കേട്ടോ. ലിക്വിഡ് ആയിട്ടുള്ള ബയോളജിക്കൽ മെറ്റീരിയൽസ്, ഒരു സ്ലൈഡിൽ ബയോളജിക്കൽ മെറ്റീരിയൽസ് ലിക്വിഡ്, ആ ഒരു ടേം ഓർത്ത് വെക്കുക. ലിക്വിഡ് ബയോളജിക്കൽ മെറ്റീരിയൽസ് സ്ലൈഡിൽ തിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മിയർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഫ്രീ സെൽസ്, ഒരു സിംഗിൾ സെല്ലിന്റെ സെല്ലുലാർ മോർഫോളജി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ ബ്ലഡ്, ബാക്ടീരിയ, പ്രോട്ടോസോവ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, ഇവയുടെയൊക്കെ ആ ഒരു സെല്ലുലാർ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്മിയർ ടെക്നിക്ക്. ഓക്കെ, അപ്പൊ ഈ സ്മിയർ ടെക്നിക്സിൽ ആ ഒരു സ്ട്രക്ചേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് ഫിക്സേഷൻ അല്ലെങ്കിൽ ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. സോ രണ്ട് രീതിയിൽ സിമ്പിൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ജിഎസ്മയും മെത്തിലിൻ ബ്ലൂ ഒക്കെയാണ് ഈ ഒരു സ്മിയർ ടെക്നിക്സിൽ യൂസ് ചെയ്യുക. ഈ ഒരു ടെക്നിക്കിൽ സെക്ഷൻ നടക്കുന്നില്ല, അതായത് മൈക്രോടോമിയുടെ യൂസേജ് സ്മിയർ ടെക്നിക്സിൽ ഇല്ല. സോ സെറ്റ് ഓറിയന്റഡ് ആയിട്ട് ഇവ ഏതൊക്കെ ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത്? സൈറ്റോളജിക്കൽ സ്റ്റഡി, സെൽ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിക്കും ഈ ഒരു സ്മിയർ ടെക്നിക്സ് അവയുടെ സ്ട്രക്ചർ അൺആൾട്ടേർഡ് ആയിരിക്കും, സെല്ലുലാർ സ്ട്രക്ചർ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ദെൻ ഹെമറ്റോളജി, ബ്ലഡിന്റെ ആ ഒരു സ്റ്റഡി, മൈക്രോബയോളജി, ഈ മൂന്ന് ഫീൽഡിലൊക്കെയാണ് മെയിൻലി സ്മിയർ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. സോ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം എന്താണ്? അവ ലിക്വിഡ് ബയോളജിക്കൽ മെറ്റീരിയൽസ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് സോളിഡ് ആയിട്ടുള്ളതിനെ ഫിക്സ് ചെയ്യാൻ സ്മിയർ ടെക്നിക്സ് പറ്റില്ല. നേരെ ഓപ്പോസിറ്റ്, സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ടിഷ്യൂസ് നമ്മൾ പ്രഷർ ഉപയോഗിച്ചിട്ട് അവയെ എന്ത് ചെയ്യും? ഫ്ലാറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ സ്കാൽപ്പൽ ഒക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത്, ആ ഒരു പ്രഷർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് പെർമനന്റ് സ്ലൈഡ് ഉണ്ടാക്കുന്നതാണ് സ്ക്വാഷ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസിനൊക്കെയാണ് മെയിൻലി സ്ക്വാഷ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓനിയന്റെ റൂട്ട് ടിപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഓനിയൻ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ജസ്റ്റ് ഒന്ന് അതിനെ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം മൈറ്റോസിസ്, ഒനിയൻ റൂട്ട് ടിപ്പിലുള്ള മൈറ്റോസിസും മിയോസിസും ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ബെറ്റർ ചോയ്സ് സ്ക്വാഷ് ടെക്നിക് ആണ്. ഓക്കെ, സെൽസ് അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ ലെയർ. ഓക്കെ, ഓരോ സെല്ലിനെയും നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ക്രോമസോംസിന്റെ സ്റ്റഡി, അതായത് മൈറ്റോസിസ്, മിയോസിസ്, ക്രോമസോംസിന്റെ സ്റ്റഡി ആണെങ്കിൽ ബെറ്റർ സ്ക്വാഷ് ടെക്നിക് ആണ്. സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ സ്ലൈഡ് പ്രിപ്പറേഷൻ ആണ് സ്ക്വാഷ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടും കമ്പയർ ചെയ്തിട്ട് അത്രയും കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടത്. സോ എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇംഗ്ലീഷ്. സോ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എംബഡിങ് ആണ് കേട്ടോ. അപ്പൊ എംബഡിങ് എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സെക്ഷൻ എടുക്കുന്നതിന് മുന്നേ ആ ഒരു സെക്ഷൻ നല്ല രീതിയിൽ ഒരു തിൻ സെക്ഷനിങ് ആണ് എടുക്കുന്നതെങ്കിൽ അത് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ ഒന്ന് ഫോം ചെയ്ത് ഒരു ഫിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ് ആണ് എംബഡിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന എംബഡിങ് മീഡിയാസ് ആദ്യം പഠിക്കണം. മോസ്റ്റ് കോമൺ ആയിട്ട് പല റൂട്ടീൻ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഏതെങ്കിലും ഫിക്സിങ് അല്ലെങ്കിൽ തിൻ സെക്ഷനിങ് ആണെങ്കിൽ റൂട്ടീൻ ഹിസ്റ്റോളജിക്കൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പാരഫിൻ വാക്സ് ആണ്. സോ അവയുടെ മെൽറ്റിംഗ് പോയിന്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 56 to 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ്, അല്ലെങ്കിൽ അൾട്രാ തിൻ സെക്ഷൻസ് ആണ് ആവശ്യമെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റെസിൻ എംബഡിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഫ്രോസൺ സെക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഡെലിക്കേറ്റ് ടിഷ്യൂസിനെയാണ് സെക്ഷൻ ചെയ്യുന്നതെങ്കിൽ ജെലാറ്റിൻ അല്ലെങ്കിൽ അഗാർ മീഡിയം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാരഫിൻ വാക്സ് മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു വാക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ വാട്ടറിൽ വിസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ ക്ലിയറിംഗ് ഏജൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ അതിന്റെ ആ ഒരു ഡ്രോബാക്സ് മാറ്റിയിട്ട്, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡീഹൈഡ്രേഷൻ മെറ്റീരിയൽസ് വേണ്ടാത്ത ഒരു സെക്ഷൻ ആണ് TBA മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ TBA മെത്തേഡ് എന്ന് പറയുമ്പോൾ ടെറിഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണ് അവിടെ എംബഡിങ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അവയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. ഈ ഒരു TBA എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനും കൂടാതെ ക്ലിയറിങ്ങും രണ്ട് മെത്തേഡും ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഡീഹൈഡ്രേഷൻ ആൻഡ് ക്ലിയറിംഗ് ഓഫ് ടിഷ്യൂ, പെർമനന്റ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷനും ക്ലിയറിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു TBA മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവയുടെ നേച്ചർ, ഇവ വാട്ടറിലും മിസിബിൾ ആണ്, വാക്സിലും മിസിബിൾ ആണ്. ഓക്കെ, രണ്ട് വാട്ടറിലും വാക്സിലും മിസിബിൾ ആണ്, അതായത് അവർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ എന്താ ഒരു ക്ലിയറിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ
ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി എന്ന് പറയുന്നത് ബോത്ത് മിസിബിൾ ടു ബോത്ത് വാട്ടർ ആൻഡ് വാക്സ് ആണ്. മിസിബിൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല, അതായത് നമ്മളൊരു വേറൊരു മെറ്റീരിയൽസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു ഹോമോജീനസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു മിസിബിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്നറിയാം, നമ്മളൊരു സെക്ഷൻ എന്ത് ചെയ്യും, ആ ടിഷ്യൂ ഒരു TBAയുടെ സീരീസിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ TBA സീരീസിലൂടെ പാസ് ചെയ്യുമ്പോൾ ആദ്യം ഇത് എന്ത് ചെയ്യും, ആ ടിഷ്യൂസിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ TBA പോയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നമ്മളൊരു ടിഷ്യൂവിനെ കുറെ TBA സീരീസിലൂടെ പാസ് ചെയ്യുമ്പോൾ ടിഷ്യൂലുള്ള വാട്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് TBA അവിടെ കയറും. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ TBA റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ TBA ഉള്ള ആ ടിഷ്യൂലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ, ഒരു മോൾട്ടൺ ആയിട്ടുള്ള കുറച്ച് ഉരുക്കിയ പാരഫിൻ വാക്സ് ആഡ് ചെയ്യാണ്. അങ്ങനെ പാരഫിൻ വാക്സ് ആഡ് ചെയ്യുമ്പോൾ പാരഫിൻ വാക്സിലും TBA മിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ വാക്സ് എന്ത് ചെയ്യും, TBAനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഓൾറെഡി ഡീഹൈഡ്രേഷൻ നടന്നു, ദെൻ TBAനെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പാരഫിൻ വാക്സ് റീപ്ലേസ് ചെയ്യുന്നു. സോ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഈ ഒരു TBA മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാക്സിങ് നടത്തുന്നതെങ്കിൽ ഈ ഷ്രിങ്കേജ് ഉണ്ടാവില്ല, കോസസ് ലെസ് shrinkage than ethanol xylene method. സാധാരണ പാരഫിൻ വാക്സിൽ നമ്മൾ എത്തനോളും സൈലീനും ഒക്കെയാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ TBA ആണ് യൂസ് ചെയ്യുമെങ്കിൽ ഷ്രിങ്കേജ് ഒഴിവാക്കാം. ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ടിഷ്യൂസിനൊക്കെ ബെസ്റ്റ് സ്യൂട്ടഡ് ആണ് ഈ ഒരു TBA മെത്തേഡ് എന്ന് പറയുന്നത്. ഓർഡർ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ലെസ് ടോക്സിക് ആണ്, സൈലീനേക്കാളും ലെസ് ഇറിറ്റേറ്റിംഗും ആണ്. ഓക്കെ, TBA എന്ന് പറയുന്നത് സൈലീൻ ആവശ്യമില്ല, അത് തന്നെ ഒരു ക്ലിയറിംഗ് ഏജന്റ് ആയിട്ട്, ഒരു സെപ്പറേറ്റ് ക്ലിയറിംഗ് ഏജന്റ് വേറെ ആവശ്യമില്ല. നമ്മൾ പാരഫിൻ വാക്സ് യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് വേറെയും ഒരു ക്ലിയറിംഗ് ഏജന്റ് വേറെ ആയിട്ട് യൂസ് ചെയ്യും. പക്ഷെ പാരഫിൻ വാക്സിന്റെ കൂടെ TBA മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ഡീഹൈഡ്രേഷനും ക്ലിയറിംഗും ഒരുമിച്ച് ഈ ഒരു TBA തന്നെ ചെയ്തോളും. ഓക്കെ, അപ്പം ഒരു സെറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് ഒന്നിതാണ്, ഡീഹൈഡ്രേഷനും ക്ലിയറിംഗും ഒരുമിച്ച് നടത്തും. സൈലീൻസിന്റെ ആവശ്യമില്ല, ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ് പ്രിഫർ ചെയ്യുന്നത്. പാരഫിൻ വാക്സിന് ഡയറക്ട്ലി TBAനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം അവ മിസിബിൾ സോൾവെന്റ് ആയതുകൊണ്ട്. ഇത്രയാണ് എംബഡിങ്ങിന്റെ കേസിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ളത്. ദെൻ ഡബിൾ സ്റ്റെയിനിങ് ആണ് കേട്ടോ. ഡബിൾ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റെയിനിങ് അല്ലെങ്കിൽ ടിഷ്യൂസ് സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ട് ഡിഫറൻഷിയേറ്റ് ടിഷ്യൂസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട് രണ്ട് സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്ന ബൊട്ടാനിക്കൽ ഡബിൾ സ്റ്റെയിൻസിന് കോമൺ ആയിട്ടുള്ളത് ഫാസ്റ്റ് ഗ്രീനും സഫ്രാനിനും ഒക്കെയാണ്. സെല്ലുലോസ് ഉള്ള ടിഷ്യൂസ് ഗ്രീൻ കളറിലായിരിക്കും ഫാസ്റ്റ് ഗ്രീൻ കാണുന്നുണ്ടായിരിക്കാം. ദെൻ സഫ്രാനിൻ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്യൂബറൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ റെഡ് കളറിൽ കാണാൻ വേണ്ടിയിട്ട് സഫ്രാനിനും യൂസ് ചെയ്യും. ദെൻ സഫ്രാനിൻ എന്ന് പറയുന്ന ഒരു ബേസിക് സ്റ്റെയിൻ ആണ്. ഫാസ്റ്റ് ഗ്രീന് ആസിഡ് സ്റ്റെയിൻ ആണ്. ഓക്കെ, രണ്ട് അസിഡിക് ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു മിക്സഡ് സ്റ്റെയിൻ ആണ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റെയിൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഒരു സീരിയൽ സെക്ഷൻ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇത്ര നേരം പഠിച്ച ആ ഒരു ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ആയിട്ട് ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് ആ ഒരു സെക്ഷൻ പറഞ്ഞു പോവാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു റൂട്ട് ടിപ്പാണ് എടുക്കുക. ഒരു റൂട്ട് ടിപ്പ് നമ്മൾ സീരിയൽ സെക്ഷൻ നടത്തുന്നു. ആ ഒരു സീരിയൽ സെക്ഷന്റെ സ്റ്റെപ്പാണ്. അപ്പൊ ഈ സീരിയൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ച എല്ലാ സ്റ്റെപ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒന്നാമത് എന്താണ്, ഫിക്സേഷൻ ആണ്. നമ്മൾ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റൂട്ട് ടിപ്പ് FAA, ഫോർമാലിൻ അസെറ്റിക് ആസിഡ് ആൽക്കഹോൾ സൊല്യൂഷനിൽ ഒരു 12 to 2 days അല്ല 1 days അല്ലെങ്കിൽ ഹാഫ് അല്ലെങ്കിൽ 1 days നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. എന്തിനാണ്, സെൽ സ്ട്രക്ചർ ഒക്കെ ഒന്ന് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡീകേ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ വാട്ടറിനെ റിമൂവ് ചെയ്യുക. അതിന് നമ്മൾ ആൽക്കഹോൾ സീരീസ് ആണ് യൂസ് ചെയ്തത്. ഓരോ സീരീസ് ആദ്യം 30%, ദെൻ 50, 70, 90%, ദെൻ അബ്സല്യൂട്ട് ആൽക്കഹോൾ. അങ്ങനെ ആൽക്കഹോൾ സീരീസിലൂടെ നമ്മൾ ഈ ഒരു റൂട്ട് ടിപ്പ് പാസ് ചെയ്തു. റൂട്ട് ടിപ്പ് പാസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വാട്ടറിനെ ഗ്രാജുവലി വാട്ടറിനെ റിമൂവ് ചെയ്യും, ടിഷ്യൂവിന്റെ ഷ്രിങ്കേജ് ഒഴിവാക്കുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് ക്ലിയറിംഗ്. അപ്പൊ ക്ലിയറിംഗിന് വേണ്ടി നമ്മളിപ്പോൾ ഡീഹൈഡ്രേഷന് TBA ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ സൈലിൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സൈലീൻ ആണ് യൂസ് ചെയ്യുന്നത്, ആൽക്കഹോൾ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സൈലീൻ ആയിരിക്കും കേട്ടോ. ട്രാൻസ്ഫർ ടിഷ്യൂ ടു സൈലീൻ അല്ലെങ്കിൽ നമുക്ക് TBA യൂസ് ചെയ്യാം. റീപ്ലേസ്
ആൽക്കഹോളിലാണ് നമ്മൾ ആദ്യം ഇട്ടത് അല്ലേ? ആ ഒരു ആൽക്കഹോളിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു ടിഷ്യൂസിനെ ട്രാൻസ്പാരന്റ് ആക്കാം. അതായത് വാക്സ് ഒഴിക്കുമ്പോൾ വാക്സുകൾ മിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിയറിംഗ് ഏജന്റ്, ആൽക്കഹോളിനെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയറിംഗ് ഏജന്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ആൽക്കഹോൾ റിമൂവ് ആക്കി ക്ലിയർ ചെയ്തതിനു ശേഷം എംബഡിങ് ആണ്. എംബഡിങ് ആകണമെങ്കിൽ ആ ഒരു ടിഷ്യൂസിലേക്ക് മോൾട്ടഡ് പാരഫിൻ വാക്സ് ഇൻഫിൽട്രേറ്റ് ചെയ്യണം. TBA ആണ് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത്. സോ അങ്ങനെ തിൻ സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടിഷ്യൂവിന് നമ്മളൊരു സപ്പോർട്ട് കൊടുത്തു, അതായത് വാക്സിൽ അത് എംബഡ് ചെയ്തു. ദെൻ സെക്ഷനിങ് ആണ്. സെക്ഷനിങ് നമ്മൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള തിൻ സെക്ഷൻ അബൌട്ട് 5 to 10 മൈക്രോമീറ്റർ ആയിട്ടുള്ള ഒരു തിൻ സെക്ഷൻ എടുക്കാൻ നമ്മൾ റോട്ടറി മൈക്രോട്ടോം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് തിൻ സീരിയൽ സെക്ഷൻ ആണ്, ഒരു സീരീസ് ഓഫ് സെക്ഷൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഓർഡറിൽ നമ്മൾ അടിച്ച ആ ഒരു ഓർഡറിൽ ആ ഒരു സെക്ഷൻസ് എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യാണ്. ദെൻ സ്റ്റെയിനിങ് ആണ്. നമ്മൾ ഡബിൾ സ്റ്റെയിൻ യൂസ് ചെയ്തു, അതായത് റൂട്ട് ടിപ്പിൽ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ടിഷ്യൂസിൽ റെഡ് കളറിൽ ഫോം ചെയ്യുന്നു സഫ്രാനി യൂസ് ചെയ്തിട്ട്. അതിന്റെ കൂടെ തന്നെ സെല്ലുലോസ് ടിഷ്യൂ ഗ്രീൻ കളറിൽ ഫാസ്റ്റ് ഗ്രെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആ ഒരു തിൻ സെക്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, മൗണ്ട് ചെയ്യാണ്. മൗണ്ട് സ്റ്റെയിൻഡ് സെക്ഷൻ ഓൺ സ്ലൈഡ് യൂസിങ് DPX അല്ലെങ്കിൽ കാനഡ ബാൽസം ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മൗണ്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ എന്താ ഒരു കവർ സ്ലിപ്പ് വെച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, മൈക്രോസ്കോപ്പിൽ വെച്ച് എക്സാമിൻ ചെയ്യാണ് ടിഷ്യൂയുടെ അറേഞ്ച്മെന്റ്. അപ്പോൾ അത് ഏത് നമ്മൾ എടുക്കുന്ന സെക്ഷൻ, ഇപ്പൊ റൂട്ട് ടിപ്പിന്റെ കേസിൽ ഈ ഒരു സീരീസ് ആണ്. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് പ്രോസസ്സ് മാറുന്നതായിരിക്കും. സോ ഇത്രയാണ് ഒരു സീരിയൽ സെക്ഷൻ എടുക്കാനുള്ള ടോപ്പിക്സ്, അല്ലെ സോറി സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഈ ഓരോ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇത്ര ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തത്. സോ ഈ 2 ക്ലാസ് കൊണ്ട് ആ ഒരു സെറ്റ് എക്സാമിലെ ഒരു മൊഡ്യൂൾ ആയിട്ടുള്ള മൈക്രോ ടെക്നിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ അതിന്റെ ഒരു പോർഷൻ, ഒരു സബ് പോർഷൻ ആയിട്ട് വരുന്ന ഹിസ്റ്റോ കെമിസ്ട്രിയും കൂടി ഒരു സ്ലൈഡിൽ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.